Good morning, dear children. In this class, we are going to discuss our second chapter, World in the 20th Century. In the beginning of this chapter, the map of the continent of Africa is given. When we analyze this map, we can see that most of the borderlines are straight. Why do the African countries share straight borderlines? The Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. നമ്മൾ ആ മാപ്പ് അനലൈസ് ചെയ്തപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മിക്ക കൺട്രീസിന്റെയും ബോർഡർ ലൈൻ സ്ട്രെയിറ്റ് ആണെന്ന് കണ്ടു. എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കൻ കൺട്രീസ് സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ് ഷെയർ ചെയ്യുന്നത്? അതിന്റെ കാരണം തൊട്ട് താഴെ തന്നെ തന്നിട്ടുണ്ട്. ദ യൂറോപ്യൻസ് who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. നാച്ചുറൽ റിസോഴ്സസ് അന്വേഷിച്ച് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ എത്തിച്ചേർന്ന യൂറോപ്യൻസ് 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് പാർട്ടീഷൻ ചെയ്തെടുത്തു. On the basis of some agreements among the European countries, they divided the African nations amongst themselves by just drawing straight lines on the map. On the basis of some agreements among the European countries, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ they divided the African nations, അവർ ആഫ്രിക്കൻ നേഷൻസിനെ ഡിവൈഡ് ചെയ്തെടുത്തു amongst themselves പരസ്പരം by just drawing straight lines on the map. മാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് അവർ ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു. Why did the European nations partition Africa? എന്തുകൊണ്ടായിരിക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആഫ്രിക്കയെ വീതം വെച്ചത്? This is a part of exploitation of resources by the European countries. Similar process occurred in other parts of the world. This is a part of exploitation of resources by the European countries. നമ്മൾ നേരത്തെ കണ്ടു, നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂറോപ്യൻ നേഷൻസ് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ എത്തിയത്. അപ്പോൾ ആ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ നേഷൻസ് നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. Similar process occurred in other parts of the world. ഇതുപോലെയുള്ള ഇടപെടലുകൾ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും യൂറോപ്യൻ കൺട്രീസ് നടത്തിയിട്ടുണ്ട്. From capitalism to imperialism. In the previous classes, we have discussed the Industrial Revolution that began in the 18th century. 18th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. ഇത് സാവധാനം ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിന്റെ ഇതര രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. Capitalists invest in factories and production was increased. Capitalists മുതലാളിമാർ കൂടുതലായി ഫാക്ടറികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ഇതിന്റെ ഫലമായി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ദിസ് ഇൻക്രീസ്ഡ് their profit. അവിടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യപ്പെട്ടു? അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുകയും ചെയ്തു. The economic system in which production and distribution are controlled by the capitalists with the aim to increase profit is known as capitalism. Capitalism means മുതലാളിത്തം. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസം? It's an economic system. ഇതൊരു സമ്പദ് വ്യവസ്ഥിതിയാണ്. In which production and distribution are controlled by the capitalists with the aim to increase profit. ഈ ഇക്കണോമിക് സിസ്റ്റത്തിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാരാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അവരുടെ ലാഭം ലക്ഷ്യമാക്കി പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെയും
ക്യാപിറ്റലിസ്റ്റ് നിയന്ത്രിച്ചിരുന്ന ഇക്കണോമിക് സിസ്റ്റത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റലിസം എന്ന് വിളിക്കാം. The advent of large-scale industries enhanced capital investment. Large-scale industriesന്റെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. Many nations produced more than they needed and more than they could accommodate in their domestic markets. Many nations produced more than they needed. ഓരോ രാജ്യവും അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചു. And more than they could accommodate in their domestic markets. അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ, അവരുടെ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായി അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. This overproduction forced them to search for markets. ഇങ്ങനെയുള്ള അമിതോൽപാദനം അവരെ എന്തിലേക്ക് നയിച്ചു? To search for markets. മാർക്കറ്റുകൾ അന്വേഷിക്കേണ്ടതിലേക്ക് അവരെ ഫോഴ്സ് ചെയ്തു. The search for markets by the industrialized countries in Europe led to competition among them. ഇങ്ങനെ ഇവർ അമിതമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റുകൾ അന്വേഷിച്ചുള്ള ഇവരുടെ യാത്ര by the industrialized countries in Europe led to the competition among them. അവർക്കിടയിൽ മത്സരങ്ങൾക്ക് കാരണമായി. The Europeans had already established a trade relationship with Asian, African and Latin American nations. യൂറോപ്യൻസ് ആരൊക്കെയായിട്ടാ? ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസുമായിട്ട് മുൻപേ തന്നെ ട്രേഡ് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. യൂസിംഗ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. ഇങ്ങനെ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസുമായിട്ട് ഇവർ ട്രേഡ് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും സാവധാനം അവർ അവരുടെ പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരവും മിലിറ്ററി ഫോഴ്സസ്, സൈനിക ശേഷിയും ഉപയോഗിച്ച് എന്ത് ചെയ്തു? The European countries economically exploited these nations. ഈ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ കൺട്രീസ് സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. Later they became the colonies of European countries. പിന്നീട് ഈ രാജ്യങ്ങൾ, ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്, പിൽക്കാലത്ത് യൂറോപ്യൻ കൺട്രീസിന്റെ കോളനികളായി മാറുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യയുടെ കാര്യം നമുക്കറിയാമല്ലോ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് കോളനൈസേഷൻ. ഈ പ്രക്രിയ എന്തെന്നറിയപ്പെട്ടു? കോളനൈസേഷൻ എന്നറിയപ്പെട്ടു. ബ്രിട്ടന്റെ കോളനി ആയിരുന്നു നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് അവരുടെ കോളനിയായി മാറിയതെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ? How did Industrial Revolution cause colonization? Prepare a flowchart and explain. Trade unions were formed to protest against capitalist exploitation. ഈ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയൻസ്, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. Constant agitations of trade unions and the resultant increase in their wages diminished the profit of the capitalists. Constant agitations of trade unionsന്റെ നിരന്തരമായ സമരങ്ങളും and the resultant increase in their wages, അങ്ങനെ അവർ സമരം ചെയ്ത് അവരുടെ വേതനത്തിൽ വർധനവുണ്ടാക്കിയെടുത്തതും diminished the profit of the capitalists. ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവ് വരുന്നതിന് കാരണമായി. യൂറോപ്യൻ കൺട്രീസ് ഹാഡ് കൺസിഡേർഡ് ദ കോളനീസ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. യൂറോപ്യൻ കൺട്രീസ് ഈ കോളനികളെ എങ്ങനെയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്? ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. അവർക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നേടിയെടുക്കുന്നതിനുള്ള സ്ഥലമായിട്ടും ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അവരുടെ മദർലാൻഡായ ബ്രിട്ടനിൽ കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നതിനുള്ളൊരു മാർക്കറ്റായിട്ടുമായിരുന്നു യൂറോപ്യൻ കൺട്രീസ് കോളനികളെ കണക്കാക്കിയിരുന്നത്. Later on,
colonial masters started to invest capital in the colonies. പിൽക്കാലത്ത് കൊളോണിയൽ മാസ്റ്റേഴ്സ് എന്ത് ചെയ്തു? They started to invest capital in the colonies. അവർ കോളനീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. That means ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് മദർലാൻഡായ ബ്രിട്ടനിൽ കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആണ്. എന്നിരുന്നാൽ തന്നെയും ട്രേഡ് യൂണിയൻസ് സമരം നടത്തിയപ്പോൾ തൊഴിലാളികൾക്ക് വേജ് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരികയും അപ്പോൾ അവരുടെ ലാഭത്തിൽ കുറവുണ്ടാകുകയും ചെയ്തു. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് അവിടേക്ക് കൊണ്ടുപോകാതെ അനുകൂലമായ സാഹചര്യങ്ങൾ കോളനികളിൽ തന്നെ സൃഷ്ടിക്കുകയും അവരുടെ മദർലാൻഡിൽ നിന്ന് ക്യാപിറ്റൽ, മൂലധനം, മെഷീൻ പോലെയുള്ള സംഭവങ്ങൾ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുകയും പ്രൊഡക്ഷൻ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവയെല്ലാം കുറയുകയാണ്. ഇവയെല്ലാം കുറയുമ്പോൾ അവരുടെ പ്രോഫിറ്റ് കൂടുകയല്ലേ? Let's find the factors that induce them to do so. അങ്ങനെ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. ചീപ്പ് ലേബർ, തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. തുച്ഛമായ വേതനം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായ തൊഴിലാളികൾ കോളനികളിൽ ലഭ്യമായിരുന്നു. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അവർക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവരെന്ത് പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എവിടെ ലഭ്യമായിരുന്നു? കോളനികളിൽ ലഭ്യമായിരുന്നു. Then low cost involved in manufacturing and selling goods in colonies. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവും അവർക്ക് സഹായകരമായിരുന്നു. The distinctive phase of flow of finance capital to colonies is known as imperialism. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന്റെ ഹെഡിങ് എന്തായിരുന്നു? ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ക്യാപിറ്റലിസത്തിൽ നിന്നും ഇമ്പീരിയലിസത്തിലേക്ക്. ക്യാപിറ്റലിസം എന്താണെന്ന് നാം കണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇനി ഇമ്പീരിയലിസം എന്ന് നോക്കാം. The distinctive phase of flow of finance capital to colonies is known as imperialism. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം ഇമ്പീരിയലിസം എന്നറിയപ്പെടുന്നു. Imposing a nation's political, economic and cultural dominance on another nation is a fundamental feature of imperialism. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഇമ്പീരിയലിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. Colonialists imposed their dominance using legal system, administrative measures, military force, etc. Colonialists അവരുടെ ഈ ഡോമിനൻസ് എങ്ങനെയൊക്കെയാണ് ഇമ്പോസ് ചെയ്യുന്നത്? ബൈ യൂസിങ് ലീഗൽ സിസ്റ്റം, നിയമ സംവിധാനവും, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ഭരണ സംവിധാനവും, ആൻഡ് മിലിറ്ററി ഫോഴ്സ്, സൈനിക ശക്തിയുമൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഈ കോളനീസിൽ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പാക്കിയത്. How does imperialism differ from colonization? ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ ബേസിൽ ആ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടെത്തിക്കൂടെ? How did imperialism affect the colonies? ഇമ്പീരിയലിസം കോളനീസിനെ എങ്ങനെയെല്ലാമാണ് അഫക്റ്റ് ചെയ്തത്? ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയ്ഡ്. കോളനീസിലെ ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം തകർന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വെർ റീപ്ലേസ്ഡ്. കോളനീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ്
മാറ്റിമറിക്കപ്പെട്ടു. People in colonies were forced to cultivate cash crops in lieu of traditional food crops. അവർ അതുവരെ കൾട്ടിവേറ്റ് ചെയ്തു വന്ന അവരുടെ ട്രഡീഷണൽ ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുവാൻ അവർ നിർബന്ധിതരായി. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ വ്യാപകമായി ചൂഷണത്തിന് വിധേയമായി. ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെർ ഡിസ്ട്രോയ്ഡ്. തദ്ദേശീയമായ ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവയെല്ലാം തകർക്കപ്പെട്ടു. Competition and conflict among imperialist nations for colonies and markets led to the outbreak of wars. Competition and conflict among imperialist nations for colonies and markets. കോളനികളും മാർക്കറ്റ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇമ്പീരിയലിസ്റ്റ് നേഷൻസിന്റെ മത്സരങ്ങളും തർക്കങ്ങളും എന്തിലേക്ക് നയിച്ചു? ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വാർസ്. രാജ്യങ്ങൾ തമ്മിൽ, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ യുദ്ധങ്ങൾക്ക് കാരണമായി. How did industrial revolution cause conflicts among nations? ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ?